കത്തോലിക്ക സഭയിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ദൈവകരുണയുടെ തിരുനാൾ. യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച, അതായത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന തൊട്ടടുത്ത ഞായറാഴ്ച ദൈവിക കാരുണ്യത്തിൻ്റെ തിരുനാളായിട്ടാണ് ആഘോഷിക്കുന്നത്. ഈ തിരുനാളിൻ്റെ ഉത്ഭവമെങ്ങനെയെന്ന് മനസ്സിലാക്കാം. പോളണ്ടുകാരിയായ വിശുദ്ധ ഫൗസ്റ്റീന കൊവാൾസ്ക എന്ന കന്യാസ്ത്രീക്ക് യേശു നൽകിയ വെളിപ്പെടുത്തലുകളിൽ നിന്നാണ് ഈ ഭക്തി പ്രചരിച്ചത്. 1931 യേശു ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ കരുണയെ ലോകത്തിനു മുൻപിൽ പ്രഘോഷിക്കാൻ ആവശ്യപ്പെട്ടു. 2000 വിശുദ്ധ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ച ചടങ്ങിൽ വെച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. യേശുവിൻ്റെ നെഞ്ചിൽ നിന്ന് വെള്ളയും ചുമപ്പും നിറത്തിലുള്ള 2 കിരണങ്ങൾ പുറപ്പെടുന്ന രീതിയിലുള്ള ചിത്രമാണ് ഈ ഭക്തിയുടെ അടയാളം. വെള്ളക്കിരണങ്ങൾ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്ന മാമോദീസയെയും ജലത്തെയും സൂചിപ്പിക്കുന്നു. ചുമന്ന കിരണങ്ങൾ ആത്മാക്കൾക്ക് ജീവൻ നൽകുന്ന ദിവ്യകാരുണ്യത്തെയും, അതായത് വിശുദ്ധ കുർബാനയാകുന്ന യേശുവിൻ്റെ രക്തത്തെയും സൂചിപ്പിക്കുന്നു. ചിത്രത്തിന് താഴെയായി ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് എഴുതണമെന്നതും യേശുവിൻ്റെ പ്രത്യേക നിർദ്ദേശമായിരുന്നു. ഈ ദിവസം വിശ്വാസികൾക്കായി വലിയ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായ പശ്ചാത്താപത്തോടെ കുമ്പസരിക്കുകയും ഭക്തിപൂർവം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ദൈവകരുണയിൽ പൂർണ്ണമായി ശരണപ്പെടുകയും ചെയ്യുന്നതിലൂടെ സകല പാപങ്ങളും ആ പാപങ്ങൾ നിമിത്തം അനുഭവിക്കേണ്ട ശിക്ഷകളും പൂർണ്ണമായി ഇളവ് ചെയ്യപ്പെടുമെന്ന് യേശു വാഗ്ദാനം ചെയ്തതായി വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപഭാരത്താൽ തളർന്നുപോയ ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ കരുണയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമെന്ന് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എത്ര വലിയ പാപിയാണെങ്കിലും എൻ്റെ കരുണയുടെ വാതിലുകൾ അവർക്കായി തുറന്നിട്ടിരിക്കുന്നു എന്നതാണ് ഈ തിരുനാളിൻ്റെ പ്രധാന സന്ദേശം. ഈ ഭക്തിയുടെ ഭാഗമായി ചൊല്ലുന്ന പ്രത്യേക പ്രാർത്ഥനയാണ് കരുണയുടെ കൊന്ത. യേശു ക്രൂശിക്കപ്പെട്ട സമയമായ ഉച്ചകഴിഞ്ഞ് 3 മണി കരുണയുടെ സമയമായി പ്രത്യേകമായി ആചരിക്കപ്പെടുന്നു. കേരളത്തിലെ സുറിയാനി കത്തോലിക്കർക്കിടയിൽ ഈ ദിവസം പുതുഞായർ എന്ന് അറിയപ്പെടുന്നു. ഈസ്റ്റർ കഴിഞ്ഞ് വിശ്വാസ ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടം ആരംഭിക്കുന്നു എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ദിവസത്തെ വിശുദ്ധ കുർബാനയിലെ സുവിശേഷം തോമാസ് ലീഹ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നേരിൽ കാണുന്നതും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയുന്നതുമാണ്. അതിനാൽ ഈ ദിവസം വിശ്വാസത്തിൻ്റെ ഉറപ്പിനെ കൂടി അനുസ്മരിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഇത് വെറുമൊരു ഞായറാഴ്ചയല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയുടെയും മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെയും വലിയൊരു ആഘോഷമാണ്.